ഇനി രാത്രി ഇവളെ ഐസ്ക്രീം ഒക്കെ വലിച്ചു കയറ്റി ഇവക്ക് ഷുഗർ എങ്ങാനും കൂടി തലയിറങ്ങി വീണ ഇവളെ ഞാൻ തന്നെ എടുത്തോണ്ട് പോണമല്ലോ. എടി നീരജേ, എന്താ? എടി നിനക്ക് ഐസ്ക്രീം തന്നെ വേണോ? വല്ല ജീരകാരിഷ്ടോ അഭയാരിഷ്ടോ വല്ല വാങ്ങിച്ചാലോ? ദേ മനുഷ്യ, എന്റെ വായിന്നൊന്നും കേക്കരുത്. ആ ഒരു കോമഡി ചിരിപ്പിച്ചു കൊല്ലും. മതി കണ്ടത്. എന്തുവാടി നിനക്ക്? എന്തുവാ നീ എന്തുവാ കാണിക്കുന്നേ? പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യമുള്ളൂ, ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. എനിക്ക് എന്റെ മനസ്സ് മുഴുവൻ നീയാ എന്റെ നീരജ. ആ എന്റെ അടുത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ദൈവം പോലും നിന്റെ അടുത്ത് പൊറുക്കത്തില്ല. ഓ പിന്നെ നിങ്ങൾ ഇതൊക്കെ വെറുതെ പറയുന്നതാ. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരത്തില്ലേ? എന്താ വാങ്ങിച്ചു തരത്തില്ലെന്ന്? ഐസ്ക്രീം. ഐസ്ക്രീമാ? അത് ഈ നട്ടപ്പാതിരേക്കാ? രാത്രിയിൽ ഐസ്ക്രീം കഴിച്ച എന്താ കുഴപ്പം? നിങ്ങൾ കണ്ടില്ലേ ആ കിരൺ ദുർഗയ്ക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ രാത്രിയിൽ പോയത്? അതൊക്കെയാണ് സ്നേഹം. അങ്ങനെ സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. എന്റെ പൊന്ന് നീരജേ, എടി അവര് പിള്ളേരല്ലേ, അതുപോലെയാണോ നമ്മള്? നമുക്ക് കല്യാണപ്രായമായൊരു മോളുണ്ട്, മനസ്സിലായ? ഇനി ഐസ്ക്രീം ഒക്കെ വാങ്ങാൻ നടക്കേണ്ട അവളാണ്, അല്ലാതെ നമ്മളല്ല. ഇനി നിങ്ങളോട് ആരാ പറഞ്ഞേ? ആരായിരുന്നു പറഞ്ഞു? എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ഈ പ്രായത്തിൽ ഐസ്ക്രീം തിന്നുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ഐസ്ക്രീം വേണം. നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റുമോ ഇല്ലേ? ഓ വാങ്ങിച്ചു തരാം. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. എല്ലാത്തിനും കാരണം ആ കിരണും ദുർഗയോ. അവരീ രാത്രി കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ഇതെങ്ങാണ് സംഭവിക്കൂ? നിന്ന് പ്രസംഗിക്കാതെ നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആവ്. ഇങ്ങനൊരു മനുഷ്യൻ, എന്റെ ദൈവമേ, ഇങ്ങനെ എനിക്ക് തന്നെ കിട്ടിയല്ലോ. ഒന്ന് മാറങ്ങോട്ട്. ഇനി രാത്രി ഇവളെ ഐസ്ക്രീം ഒക്കെ വലിച്ചു കയറ്റി ഇവക്ക് ഷുഗർ എങ്ങാനും കൂടി തലയിറങ്ങി വീണ ഇവളെ ഞാൻ തന്നെ എടുത്തോണ്ട് പോണമല്ലോ. എടി നീരജേ, എന്താ? എടി നിനക്ക് ഐസ്ക്രീം തന്നെ വേണോ? വല്ല ജീരകാരിഷ്ടോ അഭയാരിഷ്ടോ വല്ല വാങ്ങിച്ചാലോ? ദേ മനുഷ്യ, എന്റെ വായിന്നൊന്നും കേക്കരുത്. മതി, ഒന്നും പറയണ്ട. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ആ കിരണിനെയും ദുർഗയും കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇനി ഞാൻ പാതിരാത്രി ഐസ്ക്രീം മേടിക്കാൻ പോണം. പുല്ല്. അതിനിടയ്ക്ക് ഇനി ഞാൻ റൊമാൻറ്റിക് കൂടെ ആവണം.
സഞ്ജയ്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും ഇതുപോലെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സഞ്ജയ് കൂടെ നിൽക്കുമോ? അതെന്താ ഒരു സംശയം പോലെ? കല്യാണം കഴിയുന്നതോടെ നമ്മുടെ പ്രണയം അവസാനിക്കല്ലല്ലോ, കൂടുതൽ ശക്തിയോടെ തുടരാനല്ലേ പോകുന്നത്. സഞ്ജയ്, നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട് സഞ്ജയ്. എന്തൊക്കെയാ പറ, കേക്കട്ടെ. ഉം? ഞാൻ പറഞ്ഞ സഞ്ജയ് എന്നെ കളിയാക്കോ? എന്തിന്? താൻ പറയടോ. എന്നാലേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമുക്ക് ഒന്നിച്ച് പുറത്തു പോകണം. അതെന്തിന് 2 ദിവസം ആക്കുന്നത്? എല്ലാ ദിവസവും പോ. ദേ, വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കല്ലേ. അല്ലടോ. വെറുതെ എങ്ങനെ പുറത്തു പോയാ പോരാ, രാത്രി ഒരുപാട് വൈകി പുറത്തു പോണം. ഉം. എന്നിട്ട് ദേ നിലാവത്ത് നമുക്ക് റോഡിലൂടെ നടക്കണം. കുറേ നടക്കുമ്പോ നമ്മൾ ക്ഷീണിക്കും. അപ്പോ അവിടെ എവിടെയെങ്കിലും വഴിയരികിലുള്ള ഒരു മരത്തിന്റെ ചോട്ടിലോ മറ്റോ ഇരിക്കണം. എന്നിട്ട് സഞ്ജയുടെ മടിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങണം. അത് ശരി. അപ്പൊ ഞാൻ ഉറക്കമില്ലാതിരിക്കണം അല്ലേ? എന്നാ ഉറങ്ങണ്ട, വെറുതെ കിടക്കാം. അതിന് കുഴപ്പമില്ലല്ലോ. ആ, അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് രാത്രി ഐസ്ക്രീം കഴിക്കാൻ പോണം. വഴിയരികിലുള്ള തട്ടുകടകളിൽ ഫുഡ് കഴിക്കാൻ പോണം. പിന്നെ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ സഞ്ജയ് സെലക്ട് ചെയ്യണം. അങ്ങനെ അങ്ങനെ അങ്ങനെ. ശരി, അതെല്ലാം ഞാൻ ഏറ്റു. എന്താ പോരെ? അല്ല, സഞ്ജയ്ക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലേ? ഉണ്ട്. ഇനിയുള്ള ലൈഫ് മുഴുവൻ താൻ എനിക്കൊപ്പം ഉണ്ടാവണം. എൻ്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എനിക്കൊപ്പം നിന്നാൽ മാത്രം മതി. അത്രത്തോളം സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. എന്താ, കൂടെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും.